ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. ഹബീബായ തങ്ങൾ അലിയാർ തങ്ങളെ പറ്റി പറഞ്ഞതെന്താണ്? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ അറിവിന്റെ കേദാരമാണെങ്കിൽ ആ അറിവാകുന്ന പട്ടണത്തിലേക്ക് കടക്കാനുള്ള കവാടം അത് അലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സഹാബത്ത് മുഴുവനും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കാണാൻ വരികയാണ്. മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയാണല്ലോ. സഹാബത്ത് മുഴുവനും അലിയാർ തങ്ങളെ കാണാൻ വരികയാണ്. ചുറ്റുമുള്ള സഹാബത്ത് സങ്കടപ്പെട്ടു നിൽക്കുമ്പോ മരണത്തിന്റെ അവസ്ഥയല്ലേ, വല്ലാത്തൊരു അവസ്ഥയല്ലേ, സക്കറാത്തിന്റെ അവസ്ഥയല്ലേ. ചുറ്റും കൂടെ നിൽക്കുന്ന സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുകയാണ്. ഇത് കണ്ട സ്വഹാബത്ത് ചോദിച്ചു, അലിയാർ തങ്ങളെ, ഈ മരണത്തിന്റെ സക്കറാത്തിന്റെ വേളയിലും എന്താണ് അലി തങ്ങളെ, എന്താണ് അലിയാർ തങ്ങളെ നിങ്ങൾ ചിരിക്കുന്നത്? എന്താ? മരണത്തിന്റെ അവസ്ഥയാണല്ലോ, അത് വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. നിങ്ങളെല്ലാ സ്വഹാബത്തും സങ്കടപ്പെട്ടു നിൽക്കുമ്പോ, വിഷമിച്ചു നിൽക്കുമ്പോ, ഈ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിലും അന്ന് ചിരിക്കുന്നതെന്താ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചിരിക്കാനുള്ള കാരണം ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് സ്വഹാബ. ഞാൻ ഈ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ മുമ്പിൽ ആരാണെന്നറിയോ? ഞാൻ മുത്തുനബിയെ കണ്ടു സ്വഹാബ, ഞാൻ മുത്തുനബിയെ കണ്ടു സ്വഹാബ. പ്രകാശം പോലെ പ്രോജ്വല പ്രഭയായി പുന്നാര പൂമുഖമായി തിളങ്ങി നിൽക്കുന്ന ആ തിരുമുഖം കൊണ്ട് മുത്തുനബി തങ്ങള് എന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു സ്വഹാബ. ഞാൻ മരിക്കാൻ കിടക്കുന്ന നേരമാണെങ്കിലും പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയായി തിളങ്ങി നിൽക്കുന്ന ആ പൂമുഖം കൊണ്ട് എന്റെ നേതാവ് മുത്തുനബി തങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുമ്പോ ഞാൻ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ മുത്തുനബി എന്റെ മുഖത്ത് ഈ മരണവേളയിൽ മുത്തായ തങ്ങള് എന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചപ്പോ ഞാൻ ചിരിച്ചതാണ് സഹാബ. സഹാബത്തിന് മുഴുവനും അത്ഭുതമായി, സഹാബത്തിന് മുഴുവനും അത്ഭുതമായി. സഹാബത്ത് ചോദിച്ചു, അലിയാർ തങ്ങളെ, ഈ മരണത്തിന്റെ വേളയില് എന്ത് കാരണത്താലാണ് മുത്തുനബി അങ്ങയുടെ അടുത്ത് വന്നത്? മുത്തുനബി അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചതിന്റെ കാരണമെന്താ? ഈ മരണത്തിന്റെ വേളയിൽ പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് സൗഭാഗ്യം തരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകമായ കാരണമുണ്ടാകുമല്ലോ. അലി തങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ? വലിയ അറിവിന്റെ കവാടമായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്. യാ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, സ്വഹാബ, മരണവേളയിൽ മുത്തുനബിയെ കാണണോ? മരണവേളയിൽ പുഞ്ചിരിച്ച് മരിക്കണോ? ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരാ സ്വഹാബ. ആ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരോ ആ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാല്, ആ സൂറത്ത് ഓതി ഉറങ്ങിയാല് മരണനേരത്ത് മുത്തുനബിയെ കാണാം സ്വഹാബ. മരണനേരത്ത് പുഞ്ചിരിച്ച് മരിക്കാം സ്വഹാബ. ഏതാണ് അലിയാർ തങ്ങളെ ആ സൂറത്ത്? അലി ഇബ്നു അബീ
ത്വാലിബ് തങ്ങളാകുന്ന അറിവിന്റെ കേദാരമായ സഹാബത്തിൽപ്പെട്ട വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പവർ നൽകിയ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, സഹാബാ സൂറത്തുൽ കൗസർ ഓദിക്ക സഹാബാ. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണല്ലോ സൂറത്തുൽ കൗസർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്തുണ്ടല്ലോ സൂറത്തുൽ കൗസർ വളരെ ചെറിയ സൂറത്താണല്ലോ. ഈ സൂറത്ത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഓദിക്ക സഹാബാ. ഈ സൂറത്ത് ഓതി ഉറങ്ങിയാൽ മുത്തുനബിയെ കാണാൻ സഹാബാ, പുഞ്ചിരിച്ച് മരിക്കാം സഹാബാ. സഹാബത്തിന് മുഴുവനും സന്തോഷമാവുകയാണ്. അലിയാര് തങ്ങൾ പുഞ്ചിരിച്ച് മരിക്കുകയാണ്. എന്റെ ഈമാനുള്ള ഉമ്മ, രാത്രിയിൽ ഹെഡ്ഫോൺ വെച്ച് നമ്മുടെ മക്കള് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ തമാശകൾ കണ്ട് കളികൾ കണ്ട് ചിരികൾ കണ്ട് കോമഡികൾ കണ്ട് സിനിമ കണ്ട് സീരിയൽ കണ്ട് അതേ പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച് തമാശകളിലും സിനിമകളിലും ലയിച്ച് രാത്രിയിൽ 1 മണിക്കും 1:30ക്കും 2 മണിക്കും 2:30ക്കൊക്കെ ഉറങ്ങുന്ന നമ്മുടെ ചെറുപ്പക്കാരികള് എല്ലാവരോടും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വലാത്ത് ചൊല്ലി സൂറത്തുൽ കൗസർ ഓതി ഉറങ്ങാൻ പറയൂ ഉമ്മ. സിനിമാ ഗാനങ്ങൾ കേട്ട് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് ഹെഡ്ഫോൺ വെച്ച് ഉറങ്ങാതെ സ്വലാത്ത് ചൊല്ലി സൂറത്തുൽ കൗസർ ഓതി ആയത്തുൽ കുർസി ഓതി സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഉറങ്ങും ഉമ്മ. എന്നാൽ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ ഹബീബായ തങ്ങളെ കണ്ടു മരിക്കാം ഉമ്മ, മുത്തുനബിയെ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാം ബാപ്പാ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എന്റെ മതതേ മടവൂർ കുടുംബങ്ങളോട് ഈ മജ്ലിസിൽ ഞാൻ നിങ്ങളോട് ഉപദേശമായി പറയുകയാണ്, ജീവിതത്തിൽ പതിവാക്കിക്കോ. ഇന്ന് മുതൽ ആരംഭിച്ചോ, ഇനി മുടങ്ങണ്ട, ഇനി ഒഴിവാക്കണ്ട. അർഹമുർറാഹിമായ റബ്ബേ, സാധുക്കളായ പാപികളായ ഞങ്ങളെ മരണം നല്ല മരണമാക്കണേ അല്ലാ. മുത്തുനബിയെ കണ്ടു മരിക്കാൻ പുഞ്ചിരിച്ച് മരിക്കാൻ സൗഭാഗ്യം തരണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഖുതുബുൽ ആലം മടവൂർ ശൈഖുനാ സിയം വലിയുള്ളാഹിയുടെ ആണ്ട് നേർച്ചക്ക് സമാപനം കുറിച്ചുവല്ലോ. മാഷാ അല്ലാഹ്. മതതേ മടവൂർ കുടുംബങ്ങൾ പ്രൗഢമായി നടത്തിയ ആക്കോട് മൂളപ്പുറം നിന്ന ദർസ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് മാഷാ അല്ലാഹ് നമ്മൾ നടത്തിയ പ്രൗഢമായ ശൈഖുനായുടെ ആണ്ട് നേർച്ച ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ അകത്തും പുറത്തു നിന്നുമുള്ള ഉമ്മമാർ ബാപ്പമാര് വന്ന് പങ്കെടുത്ത് വിജയിപ്പിച്ചുവല്ലോ. മതതേ മടവൂർ കുടുംബങ്ങൾ ഈ ശക്തമായ ചൂടിലും മാഷാ അല്ലാഹ് എല്ലാവരും വന്നിരുന്ന് മജ്ലിസിൽ പങ്കെടുത്ത് പ്രൗഢമായ ആ സദസ്സിനെ ഭംഗിയാക്കിയല്ലോ. വല്ലാത്ത സന്തോഷമായി. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കഴിവിന്റെ പരമാവധി അന്ന് ചെയ്തു തരാൻ ഇവിടെയുള്ള മൂളപ്പുറം സുന്നി മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പ്രവർത്തകരും ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും എല്ലാവരും കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ക്ഷമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല ഈ നാട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. എത്ര സന്തോഷത്തോടെയാണ് അവര് നിങ്ങളെ സ്വീകരിച്ചത്, എത്ര സന്തോഷത്തോടെയാണ് അവർ ഭക്ഷണം ഒരുക്കി
ഒരുക്കിയത്. എത്ര സന്തോഷത്തോടെയാണ് അവർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. പടച്ചോനെ, എല്ലാവരും അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണം. അതുപോലെ നമ്മുടെ മജ്‌ലിസിൽ കൂടാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിയ പലരുമുണ്ട്. അതേ, അവർക്ക് കൂടണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പല മതദേമടൂർ കുടുംബങ്ങൾക്കും കൂടാൻ സാധിച്ചിട്ടില്ല. പലരും പല വിഷമങ്ങളും പറഞ്ഞു. ഉസ്താദേ, ഇനി ഒരു പരിപാടി ഉണ്ടാകുമ്പോ ഞങ്ങളുണ്ടാകും, വരാൻ കഴിയാനിട്ടാണ് ഉസ്താദ് ദ്വാരക്കണേന്ന് പറഞ്ഞ പല ഉമ്മമാരുണ്ട്, അപ്പമാരുണ്ട്. ഒരാളെയും കൈവിടല്ല അല്ലാ, കൈവിടല്ല അല്ലാ, കൈവിടല്ല അല്ലാ. സാധുവായ